രണ്ട് മുന്നണികളിൽ ചേർന്നിട്ട് ഈ സിസ്റ്റം വളരെയധികം തകരാറിലാക്കിയിരിക്കുകയാണ്. അഴിമതി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ തന്നെ തുടങ്ങാം. കാരണം അതിൻ്റെ ഉള്ളിലെ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കാരണം 45 കൊല്ലമായിട്ട് ഒരാളെ കൊണ്ട് ഭരിക്കാൻ വിട്ടിരിക്കുക. ഇറ്റ്സ് വെരി ഷെയിം ഫോർ ദ കാലിക്കറ്റ് പീപ്പിൾ. ഏത് കാര്യം നമ്മൾ തുടക്കം കുറിച്ചാൽ മാത്രമേ അത് വിജയത്തിലെത്തൂ. നമസ്കാരം. നിരവധി സമരങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ കണ്ട ഒരു സ്ഥലമാണ് കോഴിക്കോട് കോർപ്പറേഷൻ. എന്നാൽ ഇന്ന് കോഴിക്കോട് കോർപ്പറേഷന്റെ മുന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. കോഴിക്കോട് കോർപ്പറേഷൻ മാവൂർ റോഡ് ഡിവിഷനിൽ ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന അൽഫോൻസ കോഴിക്കോട് കോർപ്പറേഷൻ മുറ്റം തന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ചൂൽ ഉപയോഗിച്ചുകൊണ്ട് അടിച്ച് വാരി വൃത്തിയാക്കുന്ന ദൃശ്യങ്ങളാണെന്ന് കോഴിക്കോട് കോർപ്പറേഷന്റെ മുന്നിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. കോഴിക്കോട് കോർപ്പറേഷൻ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. അഴിമതിക്കാരെ തൂത്തു തുടച്ച് വൃത്തിയാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ താൻ ഇന്ന് ചൂലുമെടുത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് അൽഫോൻസ ടീച്ചർ എന്തൊക്കെയാലും നമ്മളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. നിരവധി വേറിട്ട പ്രതിഷേധങ്ങൾ കണ്ട് പരിചയിച്ചിട്ടുള്ള കോഴിക്കോട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അൽഫോൻസ ടീച്ചറുടെ ഈ ചൂലെടുത്തുള്ള പ്രതിഷേധം ഒരു വേറിട്ട കാഴ്ചയായി മാറി എന്നുള്ളതാണ്. എന്തു തന്നെയായാലും ആം ആദ്മി പാർട്ടി ഓപ്പറേഷൻ ചൂലിലൂടെ കോഴിക്കോട് കോർപ്പറേഷനിൽ മാറ്റത്തിന് തുടക്കം കുറിക്കുമോ എന്നുള്ളതാണ് ഇനി നാട്ടുകാർ കാത്തിരിക്കുന്നത്. എന്ത് തന്നെയാലും ഫലം തെരഞ്ഞെടുപ്പ് ഡിസംബർ 11-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നതോടുകൂടി ഫലം ഏറെക്കുറെ വ്യക്തമാകും. അൽഫോൻസ ടീച്ചർ ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയാണ്. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാം. അതായത് നമ്മുടെ കോഴിക്കോട് കോർപ്പറേഷൻ 45 കൊല്ലം ഒരേ ഒരു ഭരണമാണ്. ഈ 45 കൊല്ലം ഒരാളെ കൊണ്ട് ഭരിക്കാൻ വിട്ടിരിക്കുക. വാട്ട് ഈസ് ദാറ്റ് മീനിങ്? കാരണം തീർച്ചയായിട്ടും രണ്ട് മുന്നണികളിൽ ചേർന്നിട്ട് ഈ സിസ്റ്റം വളരെയധികം തകരാറിലാക്കിയിരിക്കുകയാണ്. അപ്പം അതിനുള്ള ശക്തമായ വിയോജിപ്പാണ് ഇങ്ങനെയൊരു ആം ആദ്മി പാർട്ടിയുടെ തുടക്കം കുറിച്ച് ഈ കോഴിക്കോട് കോർപ്പറേഷനിൽ അഴിമതി തൂത്തുവാരാം എന്ന് വിചാരിച്ചറിഞ്ഞു. അഴിമതി കോർപ്പറേഷൻ തുടങ്ങുകയാണ്, കോർപ്പറേഷൻ ഓഫീസിന് മുമ്പിൽ തുടങ്ങുകയാണ്. അതന്നെ, യെസ്, യു ആർ കറക്റ്റ്. അഴിമതി കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ തന്നെ തുടങ്ങാം. കാരണം അതിൻ്റെ ഉള്ളിലെ കഥ കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഇപ്പം രണ്ട് മുന്നണികളാണ് പ്രധാനമായിട്ടും മത്സരരംഗത്തുള്ളത്, LDF-ഉം UDF-ഉം. ഇപ്പം ഒരു ആം ആദ്മി പാർട്ടി എന്ന് പറഞ്ഞൊരു സംഘടന ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കും. എത്രമാത്രം സാധ്യതകളുണ്ട്? തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. ഐ ആം വെരി കോൺഫിഡൻറ്റ് ഇൻ മൈ വാർഡ്. കാരണം ആം ആദ്മി പാർട്ടി ദേശീയ പാർട്ടിയാണ്, മൂന്നാമത്തെ ദേശീയ പാർട്ടിയാണല്ലോ. എന്തുകൊണ്ട് ഇവിടെ വന്നില്ല? ഈ 3 പാർട്ടികളും ശേഷം മറ്റൊരു പാർട്ടി ഇവിടെ ഉണ്ടല്ലോ. കേരളത്തിൽ നല്ല അസലായിട്ട് ആം ആദ്മി പാർട്ടി പോകുന്നുണ്ട്. അതിൻ്റെ ടിക്കറ്റ് എടുത്ത് അത് തന്നെ വെച്ച് മത്സരിക്കാമെന്ന് വെച്ച് നമ്മൾ എന്തൊരു തുടക്കം കുറിക്കണം. ഇവർ തന്നെ ഇങ്ങനെ ഭരിക്കാനായിട്ട് വിടരുത്. കാരണം ജനങ്ങളാണ് നമ്മുടെ മുമ്പിലെടുത്ത്. ഈ ജനങ്ങളോട് നമുക്ക് നീതി പുലർത്തണം. ജനങ്ങളോട് നീതി പുലർത്താൻ പറ്റിയ പാർട്ടി ആം ആദ്മി. ഇപ്പൊ ഇതിനകത്ത് ഇപ്പം നമ്മള് മാഡത്തിന്റെ കേസിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം കോൺഗ്രസ് ഒരു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. ഇത്രയും കാലം നമ്മൾ പ്രവർത്തിച്ച ഒരു സംഘടനയാണ്. അപ്പൊ അവർക്കെതിരെ കൂടിയുള്ള ഒരു പോരാട്ടമാണ്. അപ്പൊ അതിനെങ്ങനെയാണ് നോക്കുക? അവർക്കെതിരെയുള്ള പോരാട്ടമല്ല, അവർക്ക് ഇത് അഡ്ജസ്റ്റ്മെന്റ് ആണ്. കാരണം 45 കൊല്ലമായിട്ട് ഒരാളെ കൊണ്ട് ഭരിക്കാൻ വിട്ടിരിക്കുക. ഇറ്റ്സ് വെരി ഷെയിം ഫോർ ദ കാലിക്കറ്റ് പീപ്പിൾ. അത് കോഴിക്കോട് കോൺഗ്രസ് UDF കൂടി അറിഞ്ഞിട്ടാണെന്നാണ് പറയുന്നത്. പിന്നെ അറിയാതെ എങ്ങനെയാണ് സംഭവിക്കുക? അറിയാതെ ഒരിക്കലും സംഭവിക്കില്ല. എന്താ ഇത്? വെള്ളരിക്കപ്പെട്ടണോ? ഒരാൾ തന്നെ അവിടെ 45 കൊല്ലം കൊണ്ട് ഭരിക്കുക. തികച്ചും കൃത്യമായ സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ തികച്ചും പിടിച്ചെടുക്കാനായിട്ട് സാധിക്കും. പക്ഷേ അല്ല, ആം ആദ്മി പാർട്ടി അതിനുള്ള ഒരുക്കത്തിന് തുടക്കം കുറിക്കുക. അതിനിപ്പോ എല്ലാ 40-50 വാർഡുകളിലൊന്നും ഇല്ല. തുടക്കം കുറിക്കണം. ഏത് കാര്യം നമ്മൾ തുടക്കം കുറിച്ചാൽ മാത്രമേ അത് വിജയത്തിലെത്തൂ. തീർച്ചയായിട്ടും. അപ്പം എങ്ങനെയാണ് ഇപ്പം ആം ആദ്മി പാർട്ടി ഈ ഒരു ഇലക്ഷനിൽ എത്ര വാർഡുകളിലാണ് മത്സരിക്കുന്നത്? 4 വാർഡുകൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതൊക്കെ പാർട്ടിയുടെ ഘടകം ചെയ്യും. ഞാൻ എൻ്റെ വാർഡിനെ മാത്രം, അതായത് കോഴിക്കോട് കോർപ്പറേഷന്റെ പുതിയൊരു വാർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, മാവൂർ വാർഡിന്റെ. അത് മാത്രം ഞാൻ ചുക്കാൻ പിടിക്കും. അത് മാത്രം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യും. മാവൂർ വാർഡ് പിടിച്ചടക്കിയിരിക്കും. കാരണം എന്റെ 1.5 ബൂത്താ നടക്കാവ് വാർഡിന്റെ 1.5 ബൂത്താണ്. ബാക്കി ഭാഗം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്താൽ പോലും. അപ്പൊ എന്തൊക്കെയായാലും വലിയ വിജയ പ്രതീക്ഷയിൽ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും. അപ്പോൾ പ്രതിഷേധം ഫലം കാണട്ടെ. വിജയാശംസകൾ. കഴിഞ്ഞ കോർപ്പറേഷൻ കൗൺസിലിൽ UDF-ന്റെ കൗൺസിലറായി നടക്കാവ് ഡിവിഷനെ പ്രതിനിധീകരിച്ചുകൊണ്ടിരുന്ന അൽഫോൻസ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ UDF-ഉം കോൺഗ്രസും ഉപേക്ഷിച്ചുകൊണ്ട് ആം ആദ്മി പാർട്ടി സ്ഥാനാർത്ഥിയായി പുതുതായി രൂപീകരിച്ച മാവൂർ റോഡ് ഡിവിഷനിൽ നിന്ന് ജനവിധി തേടാൻ തീരുമാനിച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിക്കൊണ്ട് താൻ മുമ്പ് പ്രതിനിധീകരിച്ചിരുന്ന മുന്നണിയെ അടക്കം കുറ്റപ്പെടുത്തിക്കൊണ്ട് അൽഫോൻസ രംഗത്ത് വരുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. കോർപ്പറേഷൻ കട്ടുമുടിക്കുകയാണ് ഇടതുമുന്നണി കഴിഞ്ഞ 45 വർഷത്തിലധികമായിക്കൊണ്ട്. അതിന് UDF ഒത്താശ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള വലിയ ആരോപണമാണ് അൽഫോൻസ് ഉന്നയിക്കുന്നത്. കോഴിക്കോട് നിന്ന് നിഖിൽ കാടത്ത്, മറുനാടൻ TV.